ഇവിടെയാണ് കത്തോലിക്ക സഭയുടെ ഒരു പ്രബോധനം, ശക്തമായ പ്രബോധനമാണ് ദണ്ഡവിമോചനം. അപ്പോൾ നിത്യമായ നാശം, പാപം ഉണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം, ഈ നിത്യമായ അതിൻ്റെ ദുരന്ത ഫലം കുമ്പസാരക്കൂട്ടിൽ പരിഹരിക്കപ്പെടും. പാപം അനുദപിച്ചേറ്റ് പറയുമ്പോൾ ഏത് പാപത്തിൻ്റെയും നിത്യമായ ശിക്ഷ ഒഴിവാവും. എന്നാൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1473 ഖണ്ഡിക, ഈ പുസ്തകം നിങ്ങൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ കമ്പൻഡിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ പതിപ്പുണ്ട്, അത് സംഗ്രഹിച്ചൊരു പതിപ്പുണ്ട്. 2000 അധികം പേജുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്. അതിൻ്റെ ഒരു അബ്രിഡ്ജ്ഡ് ഫോമാണ്, സംക്ഷിപ്ത രൂപമാണ് അതിൻ്റെ ഒരു കമ്പൻഡിയമുണ്ട്. അത് വാങ്ങിച്ചാലും മതി. അപ്പോൾ ഇത് വാങ്ങിച്ച് വായിക്കണം. കത്തോലിക്ക സഭയുടെ പ്രബോധനം കാച്ചിക്കുറുക്കി സഭ എഴുതി തന്നിട്ടുണ്ട്. ഇതിലെ പോകുന്നവരെന്തെങ്കിലും പറയുന്നതല്ല പ്രബോധനം. സഭ പഠിപ്പിച്ചതാണ് പ്രബോധനം, പിതാക്കന്മാർ പഠിപ്പിച്ചതാണ് പ്രബോധനം. പെട്ടെന്നൊരു ആവേശത്തിൽ ഒരാൾക്ക് കിട്ടുന്ന വെളിപാടനുസരിച്ച് എന്തെങ്കിലും പറയുന്നതല്ല സഭയുടെ പ്രബോധനം. സഭയ്ക്ക് കൃത്യമായ പ്രബോധനമുണ്ട്, അത് വായിച്ച് പഠിക്കണം. അപ്പോൾ അങ്ങനെ പ്രബോധിപ്പിക്കുന്ന സഭയുടെ പ്രബോധനാധികാരത്തിൽ നിന്ന് പ്രബോധിപ്പിച്ച ശക്തമായ ഒരു വെളിപ്പെടുത്തലാണ് ദണ്ഡവിമോചനം. ഇൻഡൽജൻസ്, ദണ്ഡവിമോചനം. എന്താണിത്? ശ്രദ്ധിച്ചിരിക്കുക. ഓരോ പാപത്തിനും നിത്യമായ പ്രത്യാഘാതം മാത്രമല്ല, കാലികമായ ശിക്ഷയുണ്ട്, താൽക്കാലിക ശിക്ഷകളുണ്ട്. ടെമ്പറൽ പണിഷ്മെന്റ്, കാലിക ശിക്ഷ. പഠിച്ചേ പറ്റൂ, ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഇത് പഠിച്ച് ഞാൻ പറയുന്നത് ഗ്രഹിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കെട്ടഴിയുന്നത് നിങ്ങൾക്ക് നോക്കി നിൽക്കെ കാണാൻ പറ്റും. ശ്രദ്ധിച്ചോണം. അപ്പോൾ ദണ്ഡവിമോചനം എന്ന് പറയുന്നത് ഈ കാലിക ശിക്ഷയുണ്ടല്ലോ, താൽക്കാലികമായി ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴുള്ള ശിക്ഷ. അപ്പോൾ ഓരോ പാപത്തിൻ്റെയും ശിക്ഷ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ലോകത്തിൽ വെച്ച് പരിഹരിച്ചില്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തോ പരിഹരിക്കപ്പെട്ടേ പറ്റൂ. പാപത്തിൻ്റെ നിത്യശിക്ഷ യേശുക്രിസ്തുവിലൂടെ ഇല്ലാതായി. എല്ലാ പാപത്തിൻ്റെയും നിത്യശിക്ഷ യേശുക്രിസ്തുവിലൂടെ ഇല്ലാതായി. എന്നാൽ പാപത്തിന് ചില ടെമ്പറൽ പണിഷ്മെന്റ്സ് ഉണ്ട്. ഭയങ്കര ശിക്ഷ, അതിൻ്റെ പേരിൽ മരണം, പ്രത്യാഘാതം, അപകടം, അങ്ങനൊന്നും അല്ല. അതായത് ജീവിതത്തിലെ ചില അസ്വസ്ഥതകൾ, അല്ലെ ജീവിതത്തിലെ കാര്യങ്ങൾ ശരിയായി ചിലപ്പോൾ നടക്കാത്തത്, കാര്യങ്ങളുടെ പുരോഗതി വേണ്ട വിധത്തിൽ മുന്നോട്ട് പോകാത്തത്, ഇത് വിശദീകരിക്കുമ്പോഴൊക്കെ അപകടം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. കാലിക ശിക്ഷ, താൽക്കാലികമായി വെളിപ്പെടുന്ന ചില അസ്വസ്ഥതകൾ. പ്രിയപ്പെട്ട മക്കളെ, ഇതിനും പരിഹാരം യേശുക്രിസ്തു സമ്പാദിച്ചിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും യോഗ്യതകളാലും, ശ്രദ്ധിച്ചിരിക്കണം, യോഗ്യതകളാലും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും അപ്പസ്തോലന്മാരുടെയും വിശുദ്ധരുടെയും പിതാക്കന്മാരുടെയും സഭയിൽ കഴിഞ്ഞ 2000 വർഷങ്ങളായി വിശുദ്ധ ജീവിതം നയിച്ച് ജീവിച്ച വിശുദ്ധരുടെയും വിശുദ്ധിയുടെ നിക്ഷേപം സഭയിലുണ്ട്. മനസ്സിലായോ? സഭയൊരു ശരീരമാണ്. യേശുക്രിസ്തുവിൻ്റെ ശരീരമായി ഈ സഭയിൽ കഴിഞ്ഞ 2000 വർഷത്തിലധികമായി ജീവിച്ചു മരിച്ച സകല പുണ്യാന്മാരുടെയും വിശുദ്ധരുടെയും പരിശുദ്ധ അമ്മയുടെയും ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെ എല്ലാം ട്രഷറി, നിക്ഷേപം, സമ്പത്ത്, ഇൻവെസ്റ്റ്മെന്റ് സഭയിലുണ്ട്. കത്തോലിക്ക തിരുസഭ തന്റെ മക്കളുടെ ജീവിതത്തിലെ കാലിക ശിക്ഷകൾ ഒഴിവാവുന്നതിന് സഭയുടെ ഈ നിക്ഷേപത്തിൽ നിന്ന് എടുത്ത് വിതരണം ചെയ്യുന്നതിന്റെ പേരാണ് ദണ്ഡവിമോചനം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ സഭയുടെ പ്രബോധനത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് ഈ ദണ്ഡവിമോചനം. എനിക്ക് വളരെ ശക്തമായിട്ട് എൻ്റെ ഹൃദയത്തിൽ അത് എത്ര വലിയ ഒരു കരുണയാണ് ദൈവസഭയിലൂടെ നമുക്ക് തരുന്നത് എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഈ ദണ്ഡവിമോചനം. ചരിത്രത്തിൽ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ട വിഷയമാണിത്. പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം ഉണ്ടാവുന്നത് ദണ്ഡവിമോചനത്തിന്റെ പേരിലാണ്. പ്രിയപ്പെട്ട മക്കളെ, കാരണം അത്രമാത്രം പിശാച് ഈ വിഷയത്തെ ഭയക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചോളുക. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൺവെൻഷൻ ഇതുപോലെ ദണ്ഡവിമോചനം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് നിങ്ങളെയാണ്, ശ്രദ്ധിച്ചിരുന്നോണം. അതുകൊണ്ട് ഈ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ
സഭയുടെ നിക്ഷേപത്തിൽ നിന്ന്, സഭയുടെ പുണ്യ നിക്ഷേപത്തിൽ നിന്ന്. എന്താണ് പാപം? നമ്മുടെ ജീവിതത്തിൽ വന്ന കൽപ്പന ലംഘനങ്ങൾ, നിയമനിഷേധങ്ങൾ, അതിൻ്റെ ഫലമായിട്ടുണ്ടായ ആ അസ്വസ്ഥതകൾ, ആ ഡിസോർഡർ, ആ ക്രമരാഹിത്യത്തിന് ആരുടെയോ പുണ്യ ജീവിതത്തിൻ്റെ ഒരു നിക്ഷേപത്തിൽ നിന്ന് നമുക്ക് സഭ എടുത്ത് തരികയാണ്. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ, കുരിശുമരണത്തിൻ്റെ, ഉത്ഥാനത്തിൻ്റെ വലിയ യോഗ്യതയിൽ നിന്ന്, പിന്നെ അതിനോട് സഹകരിച്ച പരിശുദ്ധാമ്മയുടെ, വിശുദ്ധരുടെ, രക്തസാക്ഷികളുടെ, പിതാക്കന്മാരുടെ, അവരുടെ പുണ്യ ജീവിതത്തിൻ്റെ നിക്ഷേപം അത് സഭയിൽ കിടപ്പുണ്ട്. ആ സഭാ നിക്ഷേപത്തിൽ നിന്ന് സഭ എടുത്ത് തരുന്നതിൻ്റെ പേരാണ് ദണ്ഡവിമോചനം. ഈ ദണ്ഡവിമോചനം എങ്ങനൊക്കെ കിട്ടുമെങ്കിലും പ്രാപിച്ചാൽ ഉള്ള ഗുണം എന്താന്ന് വെച്ചാൽ നോക്കി നിൽക്കെ കെട്ടഴിയുന്നത് കാണാം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇഷ്ടംപോലെ ഉദാഹരണം എനിക്ക് പറയാനുണ്ട്. ഞാനൊരു സ്ഥലത്ത് വികാരിച്ചനായിട്ടിരിക്കുമ്പോൾ ഞാൻ തൊട്ടടുത്ത ഇടവകയിൽ ചെല്ലുമ്പോൾ ആ ഇടവകയിൽ വികാരിച്ചൻ എന്നോട് പറയുകയാണ്, എനിക്ക് കല്യാണം നടത്തി ഇരിക്കാനും നിൽക്കാനും സമയമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചു അതെന്തോ കല്യാണം, കൂട്ടക്കല്യാണം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ? അപ്പം അദ്ദേഹം പറയുകയാണ്, എല്ലാ ദിവസവും കല്യാണം. അപ്പം എൻ്റെ മനസ്സിൽ ഞാനൊരു കണക്ക് കൂട്ടി. എല്ലാം ഒന്നും നമ്മൾ പറയില്ലല്ലോ, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറയാതെ വിഴുങ്ങും. പണ്ടൊരു അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ വയറിങ്ങനെ വലുതായത് പൊറോട്ടയും ചിക്കനും കഴിച്ചിട്ടൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ പറയാൻ വന്നത് പറയാതെ വിഴുങ്ങിയിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ വിഴുങ്ങി വലുതായൊരു വയറ് എനിക്കുമുണ്ട്. അപ്പോൾ ഒത്തിരി വിഴുങ്ങിയതാണ്, പലതും പറയില്ല, വിഴുങ്ങും. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വിഴുങ്ങി എന്താന്ന് നിങ്ങളോട് ഞാൻ പറയാം. അതായത് ഞാൻ വിചാരിക്കുകയാണ്, ഈ പള്ളിയിലെ ആളുകളുടെ എണ്ണവും എൻ്റെ പള്ളിയിലെ ആളുകളുടെ എണ്ണവും ഏതാണ്ട് ഒരുപോലാണ്. എൻ്റെ പള്ളിയിൽ ഒരുത്തൻ കല്യാണം കഴിച്ചിട്ട് എത്രയോ മാസങ്ങളായി. ഈ പള്ളിയിൽ എന്നും കല്യാണം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ഞാൻ അപ്പം ചിന്തിക്കുകയാണ്. ഞാൻ അവിടെ പള്ളിയിൽ ചെന്നിട്ട് ഒത്തിരി ചെറുപ്പക്കാരുണ്ട്. ഞാൻ ചോദിച്ചു, എല്ലാം 28, 30, 35, 38, 39, 40, 42 യുവമാർക്കൊന്നും കെട്ടണ്ട. അപ്പം ഞാൻ ചോദിച്ചു, മാനവും മര്യാദയില്ലേ? അപ്പുറത്തെ അച്ഛൻ കിടന്ന് നിഗളിക്കുകയാണ്. എന്താ കാര്യം? എല്ലാ ദിവസവും കല്യാണം. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു താല്പര്യമില്ലേ? എടാ, ഏത് വിദ്യാഭ്യാസം ഇല്ലാത്തവനും ഏത് ഒരുക്കമില്ലാത്തവനും എങ്ങനെ നടക്കുന്നവനും കെട്ടാം. ഈ നാട്ടിൽ കല്യാണം കഴിക്കാം, അതിന് പ്രത്യേകിച്ച് പരിശീലനമൊന്നുമില്ല. അതുകൊണ്ട് എന്താ കെട്ടാത്തത്? അപ്പം എന്നോട് പറഞ്ഞ അച്ഛൻ്റെ ഓളി ഇച്ചിരി കൂടുതലാണ്, റേഡിയോയുടെ ഓളിയും കുറയ്ക്ക്, നാണക്കേടാണ്, പതുക്കെ പറ. ഞാൻ പറഞ്ഞ എന്താ കാര്യം? എൻ്റെ അച്ഛോ അതിൽ ഒരുത്തം പറയുകയാണ്, ഞാനൊരു 10-36 പെണ്ണിനെ കണ്ടിട്ടുണ്ട്. എല്ലാവരെയും എനിക്കിഷ്ടമായിരുന്നു, എല്ലാവരെയും വേണമെങ്കിൽ ഒരുമിച്ച് കെട്ടാനും ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ അവർക്ക് ആർക്കും തന്നെ എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് തന്നെയാണ് ബാക്കിയുള്ളവരുടെ അഭിപ്രായം. പെണ്ണ് കാണൽ, ചെറുക്കം കാണലൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്, ഒന്നിൻ്റെ കല്യാണം നടക്കുന്നില്ല. അതായത് അങ്ങനൊരു കെട്ട് കിടക്കുകയാണ് അവിടെ, കല്യാണം നടക്കുന്നില്ല. ഇതിന് കാരണമുണ്ട്, ചുമ്മാ ഒന്നുമല്ല. ആവുന്ന കാലത്ത് നല്ലപോലെ അച്ഛന്മാരെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കൂട്ടരാണിത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചു, കർത്താവേ എന്നാ ചെയ്യാൻ പറ്റും? യുവമാരുടെ മറ്റേ അച്ഛൻ്റെ അഹങ്കാരം ഇച്ചിരി കുറയും വേണം, യുവമാർ കെട്ടുകയും വേണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വിഷയം അവിടെയാണ്. അതായത് ഒരു കെട്ടഴിയാൻ ദണ്ഡവിമോചനമുണ്ട്. ദണ്ഡവിമോചന സഭ തരുന്നുണ്ട്. അത് നമ്മളിനി വെറുതെ തലകുത്തി മറിഞ്ഞ് അഭ്യാസമൊന്നും കാണിച്ചില്ലെങ്കിലും തിരുസഭ ഇങ്ങനെ വാരിക്കോരി ദണ്ഡവിമോചനം തരുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ദണ്ഡവിമോചനത്തിന് ഉള്ള ഒരു മാർഗമാണ്, ഞാനെല്ലാം പറയാം, പെട്ടെന്ന് പറയാം എല്ലാം. ഒരു മാർഗമാണ് ഈശോയുടെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ച് കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലി. എല്ലാം ശ്രദ്ധിക്കണം, എല്ലാ ദണ്ഡവിമോചനത്തിൻ്റെയും ഒരുക്കം ഇങ്ങനെയാണ്. കുമ്പസാരിച്ച് കൃപയിലായിരിക്കണം. കുമ്പസാരത്തിന് ശേഷമേ ദണ്ഡവിമോചനം കിട്ടൂ. കുമ്പസാരിച്ച് കൃപയിലായിരിക്കണം. അപ്പോൾ കുരിശിൻ്റെ വഴി പ്രാർത്ഥന, ഈശോയുടെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ച് കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലി 30 ദിവസം, അന്ന് കിട്ടിയ പ്രചോദനമാണത്. ഒരുപാട് ആയിരക്കണക്കിന് ആളുകളോട് ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 30 ദിവസം മുടങ്ങാതെ കുരിശിൻ്റെ വഴി പ്രാർത്ഥന ദേവാലയത്തിൽ വന്ന് ചൊല്ലിയിട്ട് അതിൻ്റെ അവസാനം മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയും, ഒരു തൃത്വസ്തുതിയും ചൊല്ലിയാൽ ഒരു ദണ്ഡവിമോചനമായി. ഈ വിഷയം അങ്ങോട്ട് സമർപ്പിച്ചിട്ട് കർത്താവെ 30 ദിവസം, ഞാൻ പള്ളി പറയുകയാണ്, മക്കളെ, കെട്ടാതെ നിൽക്കുന്ന മക്കളെ ശ്രദ്ധിക്കുക.
അപ്പോൾ അവരും അവരുടെ മാതാപിതാക്കൾ അത്രയും നേരം അച്ഛൻ പ്രസംഗിച്ചപ്പോൾ ഇറങ്ങിയവരും എല്ലാം എഴുന്നേറ്റ്. ഇതൊരു മേജർ വിഷയമാണ് എല്ലാവരുടെയും. അപ്പോൾ അതുകൊണ്ട് അവർ ചാടി എഴുന്നേറ്റ് ശ്രദ്ധിച്ചു. ഞാൻ പറയുകയാണ്, ഈശോ എന്നോട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ജാഗ്രതയായി. ഈശോ എന്നോട് പറയുകയാണ്, 30 ദിവസം മുടങ്ങാതെ കുരിശന്റെ വഴി പ്രാർത്ഥന ദേവാലയത്തിൽ വന്ന് ചൊല്ലിയിട്ട് മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം സ്വർഗസ്ഥനാപിതാവേയും നന്മ നിറഞ്ഞ മറിയവും തൃത്വസ്തുതിയും ചൊല്ലിയാൽ, കുമ്പസാരത്തിന് ശേഷമാണ്, ഇവിടെ സകല എണ്ണത്തിൻ്റെയും കല്യാണം നടക്കുമെന്ന് കർത്താവിതാ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഓ, എന്തു സന്തോഷമായെന്നറിയോ ജനത്തിന്. പിറ്റേ ദിവസം മുതൽ ആളുകൾ വൈകുന്നേരം വന്ന്, ഞാൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അങ്ങോട്ട്. കാരണം എനിക്ക് കെട്ടണ്ടല്ലോ. ഞാൻ തിരിഞ്ഞു പോലും അങ്ങോട്ട് നോക്കിയിട്ടില്ല. ഇത് ഔദ്യോഗികമായിട്ട് എൻ്റെ ഇനാഗുറേഷൻ നടത്താനോ സമാപനം നടത്താനോ സമാപന ആശീർവാദം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ഇവന്മാർ തന്നെ വരും, അല്ലെ ഇവരുടെ മാതാപിതാക്കൾ വരും, സഹോദരന്മാരും എല്ലാം വന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരിക്കലും പള്ളി കയറാത്തവൻ മുതൽ എല്ലാവരും കുരിശിൻ്റെ വഴിയോടെ കുരിശിൻ്റെ വഴി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇത് 30 ദിവസത്തെ കുരിശിൻ്റെ വഴി കഴിഞ്ഞു. ഒരു ജൂൺ മാസം 1-ാം തീയതി മുതൽ അതിൻ്റെ അവസാനത്തെ ദിവസം വരെയാണ് ഈ കുരിശിൻ്റെ വഴി നടക്കുന്നത്. ആ വർഷത്തെ ഡിസംബർ മാസം 27-ാം തീയതിയാണ് അതിലെ അവസാനത്തവൻ്റെ കല്യാണം നടക്കുന്നത്. ആ വർഷം സകല എണ്ണത്തിൻ്റെയും കല്യാണം നടന്നു. ഒരൊറ്റ എണ്ണം, ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് ഒരൊറ്റ എണ്ണം കെട്ടാതെ അവിടെ നിൽപ്പില്ല. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കെട്ടുക മാത്രമല്ല, പിള്ളേരൊക്കെ നല്ല ചെറപറപറപറാന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് ഇതാണ്. ഇതുപോലെയുള്ള അനുഭവങ്ങളിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾ വ്യക്തത, സഭ പഠിപ്പിക്കുന്ന പ്രബോധനത്തിൻ്റെ വ്യക്തത കിട്ടുന്നത് അനുഭവങ്ങളിൽ നിന്നാണ്. പ്രിയപ്പെട്ട മക്കളെ, അതായത് ഈ ദണ്ഡവിമോചനം കിട്ടുമ്പോൾ കെട്ട്, അതായത് എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്ന ചില കെട്ട് അഴിയാൻ തിരുസഭയിൽ വഴികളുണ്ട്. മനസ്സിലായോ? നിങ്ങൾ മലയൊന്നും കയറിയില്ലേലും, മുട്ടയിലൊന്നും ഒരിടത്തും പോയി ഇഴഞ്ഞില്ലേലും, നിങ്ങൾ വലിയ ഭാരമേറിയ കുരിശൻ ചുമന്നുകൊണ്ട് ഗൂഗിൾ താമലയിലേക്കൊന്നും പോയില്ലേലും, മിനിമം അതൊക്കെ നല്ലതാണ് കേട്ടോ. മറ്റേ കാര്യങ്ങളൊക്കെ നല്ലതാണ്. മെറ്റിലെ മുട്ട് കുത്തുന്നതൊക്കെ ഞാനും ഒത്തിരി കുത്തിയിട്ടുണ്ട്, നല്ലതാണ് അതൊക്കെ. അപ്പോൾ അതൊന്നും ഞാൻ നിഷേധിക്കുകയല്ല. പക്ഷെ തിരുസഭ ഔദ്യോഗികമായിട്ട് പ്രബോധനാധികാരത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. ഇതാണ്, നിങ്ങൾ പെട്ടെന്നൊന്ന് കേട്ടോളുക. ദണ്ഡവിമോചനത്തിന് പെട്ടെന്ന് നമ്മളെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, 51-ാം സങ്കീർത്തനം. പാപം ചെയ്തിട്ട് ദാവീദ് പാടുന്ന സങ്കീർത്തനമാണത്. 51-ാം സങ്കീർത്തനത്തിന് ഭാഗികമായ ദണ്ഡവിമോചനമുണ്ട്. അതുപോലെ തന്നെ കുരിശിന്റെ വഴി പ്രാർത്ഥന ശ്രദ്ധിച്ചോണം. എല്ലാ ദണ്ഡവിമോചന പ്രാർത്ഥനകൾക്ക് മുമ്പും കുമ്പസാരിച്ച് കൃപയിലായിരിക്കണം. അപ്പോൾ അത് കണ്ടീഷനാണ് എന്ന് പറഞ്ഞാൽ കൃപയിലായിരിക്കണം. മാരക പാപം ചെയ്തിട്ടും പാപജീവിതം നടത്തിയിട്ടും പിന്നെ ഇതെല്ലാം ചെയ്തിട്ട് അയ്യോ ഞങ്ങളുടെ ദണ്ഡം മാറിയില്ലെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ദണ്ഡം വിമോചിക്കപ്പെട്ടിട്ടൊന്നും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കൃപയിലായിരിക്കണം. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 51-ാം സങ്കീർത്തനം 1. 2, കുരിശിന്റെ വഴി. പവറാണ്, ഭയങ്കര പവറാണ്. എന്തെങ്കിലുമൊക്കെ കെട്ടഴിയണമെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് വീട്ടിലിരുന്ന് ആവേലച്ചൻ്റെ മുഴുവൻ പാട്ടുമൊന്നും പാടിയില്ലെങ്കിലും കുഴപ്പമില്ല, 14 സ്ഥലങ്ങൾ പറഞ്ഞ് അതിൻ്റെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ആ സ്ഥലം ഒന്ന് ധ്യാനിച്ച്, അല്ലെങ്കിൽ രാവിലെ നമുക്ക് കുരിശിൽ മരിച്ചവനെ, പിള്ളേർക്ക് പഠിക്കാനൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഇനി രാവിലെ മുതൽ രാത്രി വരെ IELTS കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും നിങ്ങൾ, എനിക്കറിയാതെ നിങ്ങൾ എന്തും ചെയ്യും. IELTS കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ പള്ളി കയറത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ 14 സ്ഥലങ്ങളെ ധ്യാനിച്ചിട്ട് സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചാലും മതി. അല്ലെങ്കിൽ അതിനകത്തെ പ്രാർത്ഥന, ചെറിയ കുരിശിൻ്റെ വഴി ഫോമുണ്ട്, എല്ലാം ഇത്രയേ ഉള്ളൂ. അതായത് ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിക്കണം. ആ പീഡാനുഭവത്തെ ധ്യാനിക്കുമ്പോൾ കൃപയൊഴുകും, കെട്ടഴിയും, കാലിക ശിക്ഷകൾ മാറിപ്പോവും. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം പ്രിയപ്പെട്ട മക്കളെ. കുരിശിൻ്റെ വഴി പ്രാർത്ഥന 51-ാം സങ്കീർത്തനം മറ്റൊരു കാര്യമാണ്. 1/2 മണിക്കൂർ തുടർച്ചയായി ദിവ്യകാരുണ്യ ആരാധന നടത്തുന്നത് ദണ്ഡവിമോചനമാണ്. എത്രയോ നിത്യാരാധന ചാപ്പലുകളുണ്ട് നമുക്ക് ചുറ്റിനും. പരിശുദ്ധ കുർബാന വെച്ചിട്ടുള്ള ദേവാലയങ്ങളുണ്ട്. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ എഴുന്നള്ളിച്ച് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പരിശുദ്ധ കുർബാന വെച്ചിട്ടുള്ള സക്രാരിയിൽ ഈശോ ഉള്ള ദേവാലയത്തിൽ വന്ന് 1/2 മണിക്കൂർ ഇരുന്ന് കർത്താവിനെ ആരാധിച്ചാൽ ഒരു ദണ്ഡവിമോചനം കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതാണ്, എനിക്ക് വളരെ സന്തോഷമാണ് ഇത് പറയാനും പഠിപ്പിക്കാൻ, ദണ്ഡവിമോചനം. കാരണം നമുക്ക് ഒത്തിരി ഭാരം മാറിക്കിട്ടും.
മറ്റൊരു കാര്യമാണ് 3 ദിവസം തുടർച്ചയായി ഏതെങ്കിലും ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന് 3 ദിവസത്തെ ഉപവാസം, 3 ദിവസം തുടർച്ചയായി സങ്കീർത്തനങ്ങൾ വായിക്കുന്നു, 3 ദിവസം ഒരു നേരം ഭക്ഷണം ഉപേക്ഷിക്കുന്നു, 3 ദിവസം കുറച്ച് പ്രായശ്ചിത്ത പ്രവൃത്തി ചെയ്യുന്നത്, അത് ദണ്ഡവിമോചനത്തിൻ്റെ ഒരു വഴിയാണ്. മറ്റൊന്നാണ്, ഞാൻ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട് ലോകത്ത്. 3 മാസം തുടർച്ചയായി ബൈബിൾ വായിച്ചാൽ നിങ്ങളുടെ കെട്ടഴിയുമെന്ന്. അതിൻ്റെ പശ്ചാത്തലം ഇതാണ്: അരമണിക്കൂർ വീതം തുടർച്ചയായി അരമണിക്കൂർ ബൈബിൾ വായിച്ചാൽ ദണ്ഡവിമോചനമുണ്ട്. ദിവ്യകാരുണ്യ, പിന്നെ പരിശുദ്ധ കുർബാന, കുമ്പസാരത്തിൻ്റെ ഇന്ന് കാര്യം പറയണ്ടല്ലോ. പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെ തിരുസഭയിലൂടെ കൃപ ഒഴുകി വരുന്ന വഴികളെ സ്വീകരിച്ച് ജപമാല പ്രാർത്ഥന, 5 ദിവ്യരഹസ്യങ്ങളും, രാവിലെ ഒരു രഹസ്യം ചൊല്ലി, ഉച്ച കഴിഞ്ഞ് ഒരു രഹസ്യം ചൊല്ലി, വൈകുന്നേരം ഒരു രഹസ്യം ചൊല്ലി, വണ്ടി കയറിയപ്പോൾ അതങ്ങനല്ല, തുടർച്ചയായിട്ട് 5 ദിവ്യരഹസ്യം ചൊല്ലി. ഇതിൻ്റെ എല്ലാം ഒടുവിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്ഥനാപിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു തൃത്വസ്തുതി. അപ്പം നിങ്ങൾ ചോദിക്കുക, അങ്ങനെ ചൊല്ലണോ? അതായത് തിരുസഭയ്ക്കാണ് ബന്ധിക്കാനും അഴിക്കാനുമുള്ള അധികാരം. സഭയുടെ തലവൻ ആ സ്ഥാനത്തിരുന്നുകൊണ്ട് പറയുകയാണ്, ഇങ്ങനെ ചെയ്താൽ കിട്ടും, അങ്ങനെ ചെയ്താലേ കിട്ടും. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അല്ല, നിനക്ക് തോന്നുന്ന പോലെ ചെയ്താലൊന്നും കിട്ടില്ല. തിരുസഭയുടെ അധികാരത്തിൽ നിന്നുകൊണ്ട്, പത്രോസിന്റെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട്, സഭയുടെ പ്രബോധനാധികാരത്തിൽ നിന്നുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ്, ഇങ്ങനെ ചെയ്താൽ ദണ്ഡവിമോചനം, അങ്ങനെ ചെയ്താലേ പറ്റൂ. തോന്നുന്ന പോലെ ഒന്നും ചെയ്താൽ പറ്റില്ല. പിന്നീട് അനിലച്ചനെ ചിത്ത വിളിച്ചിട്ട് കാര്യമില്ല, അതിങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എത്ര മതി, ഒത്തിരി ഉണ്ട്, എല്ലാം പറയാനൊന്നും സമയമില്ല. ഈ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രിയപ്പെട്ട മക്കളെ: 1 ദിവ്യകാരുണ്യ ആരാധന, 2 ബൈബിൾ വായന, 3 കുരിശിൻ്റെ വഴി, 4 51 സങ്കീർത്തനം. അതുപോലെ 3 ദിവസം തുടർച്ചയായി നടത്തുന്ന, 3 ദിവസമൊക്കെ ഒന്ന് ഉപവസിച്ച് നോക്ക്, നല്ലതാ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ദണ്ഡവിമോചനം കിട്ടും. കാലിക ശിക്ഷകൾ മാറിപ്പോവും. പാപം കൊണ്ടുവന്ന ഡിസോർഡറുകൾ മാറും. എനിക്ക് എൻ്റെ മെയിൽ ബോക്സിൽ, അതുപോലെ തന്നെ ഞങ്ങളുടെ ധ്യാനകേന്ദ്രവുമായി ബന്ധപ്പെട്ട വാട്സപ്പിൽ 100 കണക്കിന് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ബൈബിള് വായിക്കാൻ തുടങ്ങിയ ആളുകളുടെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റം. അത് ഡാനിയേലച്ചൻ്റെ അത്ഭുത ശക്തി കൊണ്ടുണ്ടായതല്ല, ഇതാണ് അതിൻ്റെ ആധാരം. ദണ്ഡവിമോചനം നടക്കുകയാണ്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1473 പറയുകയാണ്, പഴയ മനുഷ്യനായ ആദം പൂർണ്ണമായും ഇല്ലാതായി പുതിയ മനുഷ്യനായ ക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണമായും ഒട്ടിച്ചേർക്കപ്പെടുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ പാപം കൊണ്ടുവന്ന നിത്യശിക്ഷ കുമ്പസാരത്തിലൂടെ മാറിപ്പോയി കാലിക ശിക്ഷകളെല്ലാം ഇല്ലാതായി നമ്മൾ യേശുക്രിസ്തുവിനോട് ഒന്നാവുന്നതിന് സഭ 3 വഴികൾ അവിടെ പറയുന്നുണ്ട്. 1473 ഖണ്ഡികയിൽ 3 വഴികൾ പറയുകയാണ്. കുമ്പസാരത്തിന് ശേഷമാണിത്. നിത്യശിക്ഷ മാറിപ്പോയതിന് ശേഷം 3 വഴികൾ തിരുസഭ പറയുകയാണ്. തിരുസഭ പറയുന്ന ഒരു കാര്യവും സഭ കൈന്നിട്ട് പറയുന്നതല്ല, അതിന് എവിടെയെങ്കിലും ഒരു വചനത്തിന്റെ ആധാരം ഉണ്ടാവും. ഞാൻ ആ വചനം കാണിച്ചു തരാൻ പോവാണ്. അതായത് ദണ്ഡവിമോചനത്തിന് സഭ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കാലിക ശിക്ഷകൾ മാറിപ്പോയി കുടുംബത്തിന്റെ ബന്ധനം അഴിഞ്ഞ് നമ്മുടെ മേൽ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നതിന്, അനുഗ്രഹത്തിന്റെ വഴികൾ തുറക്കപ്പെടുന്നതിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഭയിലൂടെയുള്ള ദണ്ഡവിമോചനം, പരിശുദ്ധ കത്തോലിക്ക സഭയോട് നിങ്ങൾ ചേർന്ന് നിന്നോ, നിങ്ങളുടെ കുടുംബങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. അതിന് ഒരു സംശയമില്ല. പ്രിയപ്പെട്ട മക്കളെ, കത്തോലിക്ക തിരുസഭയിലൂടെ കർത്താവിൻ്റെ കൃപ ഒഴുകി വരികയാണ്. എന്തെല്ലാം കാര്യങ്ങൾ. പോട്ടെ, നേരമില്ല, ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയി പോവാതിരിക്കട്ടെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേത് പ്രാർത്ഥന, രണ്ടാമത്തേത് ദാനധർമ്മം, ഒന്നാമത്തേത് പ്രാർത്ഥന, രണ്ടാമത്തേത് ദാനധർമ്മം, മൂന്നാമത്തേത് ദാനധർമ്മമല്ല, ഒന്നാമത്തേത് പ്രാർത്ഥന, രണ്ടാമത്തേത് സഭ പറയുന്നത് ഇങ്ങനെയാണ്: ഒന്നാമത്തേത് പ്രാർത്ഥന, രണ്ടാമത്തേത് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രവർത്തികൾ, മൂന്നാമത്തേത് പ്രായശ്ചിത്ത പ്രവർത്തികൾ. സഭ പറയുന്ന വാക്കുകൾ അതാണ്, ശ്രദ്ധിക്കുക. ഒന്നാമത്തേത് പ്രാർത്ഥന, രണ്ടാമത്തേത് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രവർത്തികൾ, മേഴ്സി ആൻഡ് ചാരിറ്റി, കരുണയുടെയും സ്നേഹത്തിൻ്റെയും പ്രവർത്തികൾ, കാലിക ശിക്ഷ മാറിപ്പോകുന്നതിന്. മൂന്നാമത്തേത് പ്രായശ്ചിത്ത പ്രവർത്തികൾ, കാലിക ശിക്ഷ മാറിപ്പോകുന്നതിന്.